ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ബഹ്റൈനിലെ ഡ്രോൺ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്കേറ്റു. സൗദി അൽ ഖർജിലെ ആക്രമണത്തിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടു. യുദ്ധം തുടരുമ്പോൾ എണ്ണവില കുതിക്കുകയാണ്. 25% വില ഉയർന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയിലും കനത്ത നഷ്ടമാണ്. ഫൈസൽ ഹംസ സമഗ്ര വിവരങ്ങളുമായി. ഫൈസൽ, ഇപ്പോൾ ആക്രമണം തിരിച്ചടി ഇറാൻ തുടരുകയാണ്. 2 US സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രതികരണം വരുന്നുണ്ടോ? എന്താണിപ്പോൾ നമുക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഫൈസൽ? സ്മൃതി, ഏറ്റവും ഒടുവിലായി ഇറാൻ വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണം തുടങ്ങിയെന്ന് IDF തന്നെ വ്യക്തമാക്കുകയാണ്. അതായത് ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ പുതിയ നേതൃത്വത്തിന്റെയും നിലപാട് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അയൽ രാജ്യങ്ങൾക്കെതിരായ ആക്രമണത്തിലും ഒരു കുറവുമില്ല എന്നുള്ളതാണ്. ഇന്ന് സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, UAEക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ബഹ്റൈനിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ബഹ്റൈനിൽ ഒരു ജനവാസ മേഖലയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അത് സിത്രയിലാണ്, അതൊരു വ്യാവസായിക മേഖല കൂടിയാണ്. അവിടെ ഏതാണ്ട് 32 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. ഇന്നലെ സൗദി അറേബ്യക്കെതിരെ രൂക്ഷമായ ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത, അതിൽ ഒരു ഇന്ത്യക്കാരനും സൗദിയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതെന്തായാലും നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് സൗദിയിൽ നിന്നുള്ള ഇന്ത്യൻ അധികൃതർ വ്യക്തമാക്കുന്നത്. ഒരു ഭാഗത്ത് യുദ്ധം ഇങ്ങനെ രൂക്ഷമായി തുടരുമ്പോൾ തന്നെ അന്താരാഷ്ട്ര മേഖല രംഗത്ത്, സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിലാണ്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഒറ്റ ദിവസം കൊണ്ടാണ് 25% വില ഉയരുന്നത്. $114 ക്രൂഡ് ഓയിലിന്റെ ബ്രന്റ് ക്രൂഡിന്റെ വില ഉയർന്നിരിക്കുന്നു എന്നുള്ളത് ആശങ്ക പരത്തുന്ന സാഹചര്യം തന്നെയാണ്. $150 എത്തുമെന്നൊക്കെയാണ് വിദഗ്ധർ പറയുന്നത്. അതോടൊപ്പം അതിന്റെ അനുരണനം എന്നോണം ഇന്ത്യൻ ഓഹരി വിപണിയിലും വലിയ നഷ്ടമാണ് ഉണ്ടായത്. ഇന്ത്യയിൽ മാത്രമല്ല, ജപ്പാനിലും സൗത്ത് കൊറിയയിലും എല്ലാം സമാനമായ സാഹചര്യമാണ് ഉള്ളത്. ഇന്ത്യയിൽ സെൻസെക്സ് 2000 പോയിന്റിൽ താഴെ, 2000 പോയിന്റിൽ കൂടുതലാണ് ഇപ്പോൾ ഇന്ന് ഇടിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിഫ്റ്റിയിലും വലിയ ഇടിച്ചിലുണ്ടായി. ഏതാണ്ട് 650 പോയിന്റാണ് ഇടിഞ്ഞത്. സ്മൃതി. ശരി ഫൈസൽ.